ക്രിസ്തുമസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന കേസിലെ പ്രതി എംഎസ് സൊല്യൂഷൻ സിഇഒ മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. ഒളിവിൽ പോയ ഷുഹൈബും ക്രൈംബ്രാഞ്ച് സംഘം നോട്ടീസ് നൽകിയ 2 അധ്യാപകരും ഇതുവരെ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുമില്ല. ഇതിനിടെയാണ് അധ്യാപകനായ ഫഹദിനോട് ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരാകാനായി ക്രൈംബ്രാഞ്ച് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത്. വാർത്തയുടെ വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഗുഡ് മോർണിംഗ്. ക്രിസ്തുമസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന കേസിലെ പ്രതി എംഎസ് സൊല്യൂഷൻ സിഇഒ മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. അതോടൊപ്പം തന്നെ കൂടുതൽ ആൾക്കാർക്കെതിരെ ചോദ്യം ചെയ്യലും ഉണ്ടായേക്കും. വിവരങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് വൃന്ദ. ഈ എംഎസ് സൊല്യൂഷൻസ് സിഇഒ ആയിട്ടുള്ള മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷയാണ് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്നത്. രാവിലെ 11 മണിയോടുകൂടി തന്നെ ഈ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് എടുക്കും എന്നുള്ള വിവരമാണ് കോടതി വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ ക്രിസ്മസ് പരീക്ഷ പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് ചോദ്യക്കടലാസ് ചോർന്നതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉയരുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ എംഎസ് സൊല്യൂഷൻസിന്റെ ഉടമയായിട്ടുള്ള സിഇഒ ആയിട്ടുള്ള ഈ ഷുഹൈബ് പിന്നീടും വീണ്ടും അത് കെമിസ്ട്രി പരീക്ഷയുടെ തലേന്ന് കൂടി അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ വന്ന് അതിന്റെ ചോദ്യപേപ്പർ കൂടി പരസ്യമായി തന്നെ ചോർത്തുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സംവിധാനത്തെ ഉൾപ്പെടെ വെല്ലുവിളിച്ചുകൊണ്ട് അത് ചോർത്തുന്ന ഒരു നടപടി സ്വീകരിച്ചിരുന്നു. പക്ഷേ പിന്നീടാണ് ക്രൈംബ്രാഞ്ച് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നതും അതിൽ പ്രതി ചേർക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. തുടർച്ചയായി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് സംഘം നോട്ടീസ് നൽകിയിരുന്നു. ഷുഹൈബിന്റെ ഒപ്പമുണ്ടായിരുന്ന 2 അധ്യാപകർ ജിഷ്ണു, ഫഹദ് എന്നിവരും ഒന്നും തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. ഫഹദിനോട് ഇന്നുകൂടി ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഫഹദ് എത്തില്ലെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഈ സാഹചര്യത്തിൽ 3 പേരെയും കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്നത്. അവരെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുക, ഒളിവിൽ പോയ ഈ സംഘത്തിനായി പ്രത്യേകിച്ച് ഷുഹൈബിനായി ലുക്കൌട്ട് സർക്കുലർ അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം പുറത്തിറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പ്രത്യേകിച്ച് ഈ ഷുഹൈബ് വിദേശത്തേക്ക് കടന്നിട്ടില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം നൽകുന്നത്. അതുകൊണ്ട് ഇനി പെട്ടെന്ന് കസ്റ്റഡിയിലെടുക്കുക എന്ന നീക്കത്തിലേക്ക് പോകുന്നു. ഒപ്പം ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. മുൻകൂർ ജാമ്യം അനുവദിച്ചില്ലെങ്കിൽ ശക്തമായ നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം നീങ്ങും. വൃന്ദ. ശരി, റിയാസ് KMR ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.